മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഈ ദിവസം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്, യോഹന്നാൻ ഈശോയെ കാണുമ്പോൾ വിളിച്ചു പറയുകയാണ്, ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ഈശോ പാപങ്ങൾ നീക്കുന്നവനാണ്. ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാപത്തിൽ കഴിയുന്നവൻ പിശാചിന് അടിമയാണ്. അതുകൊണ്ട് തന്നെ അവന് ദൈവാനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. പിശാച് അവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതറിയുന്ന ഈശോനാഥൻ പിശാചിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് ദൈവത്തോട് ചേർത്ത് നിർത്തി ദൈവാനുഗ്രഹത്തിന് അർഹരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ള മോചനം നിനക്ക് നേടിത്തരാൻ, നിന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തി ദൈവാനുഗ്രഹത്തിന് നിന്നെ അർഹനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. പാപത്തിൽ നശിക്കേണ്ട ജീവിതമല്ല നിന്റെ ജീവിതം. തിന്മയിൽ തകരേണ്ട ജീവിതമല്ല നിന്റെ ജീവിതം. ഈ ജീവിതം ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവാനുഗ്രഹം സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട ജീവിതമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈശോനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഏതൊരു പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളിലും ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കട്ടെ. എൻ്റെ ഈശോ എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വന്നവനാണ്. നീ ഇനി എത്ര പാപത്തിൽ കിടക്കുന്ന വ്യക്തിയാണ് എങ്കിലും നിന്റെ ജീവിതത്തിൻ്റെ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞോളൂ. അനുതാപത്തോടെ ദൈവത്തിന് മുമ്പിൽ നിന്റെ കുറവിനെ ഏറ്റുപറയാൻ സാധിച്ചാൽ നിന്റെ കുറവിനെ മുഴുവനും ഈശോനാഥൻ എടുത്തു മാറ്റും. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുകയാണ്, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നേക്കാൾ വലിയവനാണ് ഇവനെന്ന് യോഹന്നാൻ ഈശോയെ നോക്കി വിളിച്ചു പറയുകയാണ്. യോഹന്നാൻ താഴുകയാണ്. ഞാൻ വലുതല്ല, ഞാൻ കുറഞ്ഞവനാണ്, എന്നേക്കാൾ വലുത്, എന്നേക്കാൾ മുമ്പുണ്ടായിരുന്നവനാണ്, അതായത് ഇവൻ ദൈവം തന്നെയാണ് എന്ന് യോഹന്നാൻ ഈശോയെ നോക്കി ഏറ്റുപറയുകയാണ്. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായി കാണുന്ന ഒരു മനോഭാവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എത്രമാത്രം ഇത് സാധിക്കുന്നുണ്ട്? നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കൂടെയുള്ളവർ, നിന്റെ സഹോദരങ്ങൾ നിന്നേക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് കരുതാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ പലപ്പോഴും കരുതുന്നത്, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ഞാൻ ഭയങ്കര വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ്, ഞാൻ അങ്ങനെ നടക്കുന്നവനാണ്, ഇങ്ങനെ ചെയ്യുന്നവനാണ്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ എന്തൊക്കെ ചെയ്താലും നിന്റെ സഹോദരങ്ങളെ, നിന്റെ കൂടെയുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, നിന്നേക്കാൾ വലിയവരാണ് മറ്റുള്ളവരെന്ന് നീ കരുതുന്നില്ല എങ്കിൽ, നിനക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുക. ദൈവസന്നിധിയിൽ വില നേടണമെങ്കിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുന്ന മനോഭാവം നേടിയെടുക്കുക. വീണ്ടും വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഈശോയ്ക്ക് അവൻ സാക്ഷ്യം പറയുന്നത് യോഹന്നാന് ലഭിച്ച ആ സാക്ഷ്യത്തിൽ നിന്നാണ്. അത് സ്വർഗത്തിൽ നിന്ന് പ്രാവ്, പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. അതായിരുന്നു സാക്ഷ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം പല അനുഭവങ്ങളിലൂടെ തന്നെ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. തൻ്റെ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില വേദനയുടെ നിമിഷങ്ങളിലായിരിക്കാം, ചില സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലായിരിക്കാം, ചില അനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവം വെളിപ്പെടുത്തുന്ന വഴി തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിനെ സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ ഓരോരുത്തരും നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3 ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. എന്നെ പാപത്തിൽ നിന്ന് മോചിക്കാൻ വന്നവനാണ് ഈശോ. മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതുന്ന മനോഭാവം ഞാൻ വളർത്തുമ്പോഴാണ് എനിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവരെ അറിവില്ലെന്ന് പറഞ്ഞോ
കഴിവില്ലെന്ന് പറഞ്ഞു, സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു, പാപത്തിൽ കഴിയുന്നവനാണെന്ന് പറഞ്ഞു, ആരെയും മാറ്റി നിർത്തരുത്. 3, ദൈവം പല വിധത്തിൽ പ്രത്യക്ഷപ്പെടലുകൾ, ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകും. പല അനുഭവങ്ങളിലൂടെ അവയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതം തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവസം ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.